നമസ്കാരം. പുതിയ സർക്കാർ ഭരണം തുടങ്ങി അധിക ദിവസമായിട്ടില്ല. ജീവനക്കാരുടെ നിയമനമൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. സെക്രട്ടറി ലെവൽ അഴിച്ചുപണി, പോലീസ് ലെവൽ അഴിച്ചുപണി ഒന്നും നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ പിണറായിയുടെ ഭരണത്തിൻ്റെ തുടർച്ച അങ്ങനെ അങ്ങ് പോകുന്നു എന്നല്ലാതെ കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ആകപ്പാടെ ഒരു മാറ്റമുള്ളത് നിയമസഭാ കോംപ്ലക്സിലും സെക്രട്ടേറിയറ്റിലും ആയിരക്കണക്കിന് മനുഷ്യർ വന്നു നിറയുന്നു എന്നതാണ്. തിരുവനന്തപുരം നഗരം ശ്വാസം മുട്ടുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം തിരുവനന്തപുരത്ത് ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. പിണറായിയുടെ ഭരണകാലത്ത് പിണറായിയെയോ മന്ത്രിമാരെയോ ആർക്കും കാണാൻ കഴിയാത്തതുകൊണ്ട് ആരും ഇങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. നാടിൻ്റെ നാനാഭാഗത്തുള്ള സകല മനുഷ്യരും തിരുവനന്തപുരത്താണ്. ഞാൻ ഇന്നലെ മന്ത്രി കെ മുരളീധരനെ ഒന്ന് കാണാൻ വേണ്ടി നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ കോംപ്ലക്സിലെ ഓഫീസിലേക്ക് പോയി. UNAയുടെ നേതാക്കളോടൊപ്പം നേഴ്സുമാർ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചപ്പോൾ കിട്ടിയത് നിയമസഭാ കോംപ്ലക്സിലായിരുന്നു. നിയമസഭാ കോംപ്ലക്സിൽ മന്ത്രിമാരുടെ ഓഫീസ് വട്ടത്തിൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആ ഇടനാഴിയിൽ നമുക്ക് നിന്ന് തിരിയാൻ നേരമില്ല. ആയിരക്കണക്കിന് മനുഷ്യർ ഓരോ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കാണാൻ കാത്തു നിൽക്കുകയാണ് അവിടെ. ഇത് തന്നെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ അവസ്ഥയും. ഈ ആൾത്തിരക്കല്ലാതെ കാര്യമായി എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഞൊടിയിടയിൽ അത് വിവാദമാകും. വിവാദമാക്കാൻ ഒന്നല്ല 2 പ്രതിപക്ഷമുണ്ട്, CPM-ഉം BJP-യും. കുത്തിത്തിരിപ്പ് കലയിൽ CPM-കാർ അഗ്രഗണ്യരായതുകൊണ്ട് അത് വേഗത്തിൽ സാധിക്കും. അതുകൊണ്ട് തന്നെ വേണ്ടത്ര ജാഗ്രത പുലർത്തേണ്ട ഉത്തരവാദിത്തം മന്ത്രിമാർക്കുണ്ട്. അവരതിൽ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നതിന് തെളിവാണ് മന്ത്രി സണ്ണി ജോസഫിൻ്റെ അളിയനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം. മന്ത്രി സണ്ണി ജോസഫ് പേരാവൂരുകാരുടെ സണ്ണി വക്കീലാണ്. AK ആന്റണി കഴിഞ്ഞാൽ ഏറ്റവും ഭാഗ്യവാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു സംസ്ഥാനതല നേതാവായി ഉയർന്നു വരാനുള്ള ശേഷിയൊന്നുമില്ല. തികച്ചും പ്രാദേശിക നേതൃഗുണമുള്ളയാളാണ്. പേരാവൂരിൻ്റെ MLA ആയി ജീവിതം അവസാനിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം KPCC പ്രസിഡന്റുമായി ഇപ്പോഴിതാ മന്ത്രിയുമായിരിക്കുന്നു. ഏറ്റവും നിർണായകമായ റവന്യൂ വകുപ്പ് അദ്ദേഹത്തിന് കയ്യെത്തും ദൂരത്ത് വരെ എത്തിപ്പോയതാണ്. ആ സണ്ണി വക്കീല് അപ്രതീക്ഷിതമായി കിട്ടിയ KPCC പ്രസിഡന്റ് പദവിയും അതിൻ്റെ ഭാഗമായി കിട്ടിയ മന്ത്രി പദവിയും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പേരുദോഷമുണ്ടാവും എന്ന് തിരിച്ചറിയേണ്ടതായിരുന്നു. മന്ത്രി സണ്ണി ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായി മാറി തൻ്റെ അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. മുൻ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ ബെന്നിക്ക് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആകാൻ അയോഗ്യതയൊന്നുമില്ല. എന്നാൽ അളിയനാണ് എന്നത് തീർച്ചയായും അയോഗ്യത തന്നെ ആവണം. ഈ അയോഗ്യത തിരിച്ചറിയാതെ സണ്ണി ബെന്നിയെ തൻ്റെ ഓഫീസിൽ നിയമിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവാദമുണ്ടാവുന്നത്. തീക്കുട്ടി എന്ന ഇടത് സൈബർ പ്രൊഫൈൽ ഇങ്ങനെ എഴുതി: ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, കോളടിച്ചില്ലേ? അതാണ് അളിയന്മാർക്ക് നല്ല കാലം വന്നാലുള്ള ഗുണം, പ്രത്യേകിച്ച് കോൺഗ്രസിൽ. വൈദ്യുതി വകുപ്പ് മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫിൻ്റെ അളിയൻ ബെന്നി തോമസ് നാളെ മുതൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബന്ധു നിയമനം ലഭിക്കും. 1.5 ലക്ഷം രൂപ വരെ സാലറി പാക്കേജ് ഉണ്ട്. 4-5 വർഷം കസേരയിലിരുന്ന് പിരിഞ്ഞാൽ ആജീവനാന്തം അളിയന് കനത്ത പെൻഷൻ ലഭിക്കും. ഞാൻ പറഞ്ഞില്ലേ, സണ്ണി ജോസഫ് മികച്ചൊരു അളിയനാണ്. അത്യാവശ്യം നല്ല നിലയ്ക്ക് തന്നെ കഴിഞ്ഞുകൂടി പോകുന്ന സ്വന്തം പെങ്ങളുടെ ജീവിതം നികുതി പണം ഉപയോഗിച്ച് ഒന്നുകൂടി കളർഫുൾ ആക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് അണികൾ തെറ്റൊന്നും പറയില്ല. കാരണം കോൺഗ്രസ് അങ്ങനെയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ജയിപ്പിച്ചതും. ഈ ഒരു അളിയൻ നിയമനം ഒരു ഇടതു ഭരണകൂടമാണ് ഇത്തരമൊരു ഉയർന്ന പോസ്റ്റിലേക്ക് നടത്തിയിരുന്നതെങ്കിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയായിരിക്കും പുകിലെ. ഇനി നോക്കിക്കോ, കോൺഗ്രസ് ഭരണകൂടങ്ങളെ ധാരാളം കണ്ടുപരിചയമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് പറയാം. വൈദ്യുതി വകുപ്പിൽ ഇനി നടക്കാൻ പോകുന്ന പൊടിപൂരം അഴിമതിയുടെയും ശുപാർശയുടെയും അനധികൃത നിയമനത്തിൻ്റെയും ഒക്കെ പിന്നിൽ സണ്ണി ജോസഫിന് അളിയൻ അരങ്ങ് തകർക്കും. സണ്ണി ജോസഫ് നോക്കുകുത്തിയായി അങ്ങിരിക്കും. ജനം അനുഭവിക്കണം, കാരണം നിങ്ങൾ മാത്രമാണ് ഇതിനൊക്കെ കുറ്റക്കാർ. ഇത്തരം ആരോപണമൊക്കെ അടിസ്ഥാനരഹിതമാണ്. CPM-ൻ്റെ ബന്ധു നിയമന ചരിത്രം അതിനേക്കാൾ മോശമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിലേറ്റവും ശക്തമായ ന്യായീകരണവുമായി രംഗത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. UDF-ൻ്റെ ജനകീയ സർക്കാരിനെതിരെ പറയാൻ കാമ്പുള്ള വിമർശനങ്ങളൊന്നുമില്ല CPM-ന്. അതുകൊണ്ട് ശ്രീ VD സതീശൻ്റെ ചിരിയെ വരെ വിമർശിച്ച് തോൽവിയുടെ നാണക്കേട് കരഞ്ഞു തീർക്കുന്ന CPM-ന് പുതിയ ഐറ്റമാണ് ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹത്തിന് അളിയനെ സ്റ്റാഫായി നിയമിച്ചു എന്നുള്ളത്. ശ്രീ സണ്ണി ജോസഫ് നിയമിച്ചത് അളിയനെയാണ് എന്ന് പറഞ്ഞാൽ ശ്രീ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത് വിജയൻ്റെ മരുമോനായതുകൊണ്ടാണെന്നും ശ്രീമതി ബൃന്ദ കാരാട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പറായത് പ്രകാശ് കാരാട്ടിന് ഭാര്യ ആയതുകൊണ്ട് മാത്രമാണെന്നും നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ശ്രീ സണ്ണി ജോസഫ് എന്ന വൈദ്യുതി മന്ത്രി 2 പേരെയാണ് APC നിയമിച്ചത്. ഒന്ന് KSU യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും നിലവിൽ DCC വൈസ് പ്രസിഡന്റും ഉജ്ജ്വല സംഘാടകനുമായ സുഹൃത്ത് സുദീപ് ജെയിംസിനെ. 2 ബെന്നി തോമസ് ഉളിക്കൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തുടങ്ങി. പിന്നെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ DCC ജനറൽ സെക്രട്ടറിയുമായ പൊതുപ്രവർത്തകൻ. ഇത്ര നല്ല പ്രൊഫൈലിലും
ജനകീയ അടിത്തറയുള്ള ബെന്നി തോമസ് സ്റ്റാഫായപ്പോൾ ഇതെല്ലാം റദ്ദു ചെയ്യപ്പെട്ടു. വെറും അളിയൻ മാത്രമായി. അല്ല, ആരാണ് വിമർശിക്കുന്നത്? നമ്മുടെ എം വി ഗോവിന്ദൻ, ആ ബെസ്റ്റ്. താൻ മത്സരിച്ച് ജയിച്ച MLA പാർട്ടി കോട്ടയായ സീറ്റിൽ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിനും സ്വന്തം ഭാര്യയെ തന്നെ മത്സരിപ്പിച്ച് പാർട്ടി കോട്ടയിൽ തോൽപ്പിച്ച സ്നേഹസമ്പന്നനായ ഭർത്താവ്. ചില്ലറ ഉളുപ്പ്. ഇത്തരത്തിൽ കൃത്യമായ വിശദീകരണവുമായി സണ്ണി ജോസഫിനെ പിന്തുണയ്ക്കുന്നവരും രംഗത്തുണ്ട്. ഈ രണ്ടു കൂട്ടരും പറയുന്നത് ശരിയാണ്. CPM-ന് ഒരു തരത്തിലും ബന്ധു നിയമനത്തിൻ്റെ പേര് പറഞ്ഞ് കോൺഗ്രസിനെ കളിയാക്കാൻ ധാർമ്മികാവകാശമില്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തൻ്റെ മരുമകനെ മന്ത്രിസഭയിലെടുത്ത് കേരള ചരിത്രത്തിൽ പുതിയ ബന്ധു നിയമന റെക്കോർഡിട്ടയാളാണ്. PK ശ്യാമളയെ എങ്ങനെയെങ്കിലും MLA മന്ത്രിയാക്കാൻ പാർട്ടിയെ ഇല്ലാതാക്കിയ ആളാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ. പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ തൻ്റെ ഭാര്യ ബിന്ദുവിനെ റിട്ടയർ ചെയ്തപ്പോൾ മത്സരിപ്പിച്ച് MLA ആക്കി മന്ത്രിയാക്കിയത് ആരും മറക്കുന്നില്ല. അതൊക്കെ പോട്ടെ, PK ശ്രീമതി VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നപ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിച്ചത് സ്വന്തം മരുമകളെയായിരുന്നു, പ്രത്യേകിച്ച് യോഗ്യതയൊന്നുമില്ലാതെ. പിന്നീട് പിണറായി വിജയൻ 2016 അധികാരമേറ്റപ്പോൾ ശ്രീമതി ടീച്ചറിൻ്റെ സഹോദരി ഭർത്താവായ EP ജയരാജൻ്റെ വകുപ്പിന് കീഴെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാക്കിയത് ശ്രീമതിയുടെ മകനെയായിരുന്നു. ഇത്തരത്തിൽ ബന്ധു നിയമനത്തിൽ സർവകാല റെക്കോർഡിട്ട CPM-കാർക്ക് എന്താണ് യോഗ്യത കോൺഗ്രസിനെ കുറ്റം പറയാൻ? പക്ഷെ അതുകൊണ്ടൊന്നും ഈ തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയില്ല. LDF ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും ചെയ്യും എന്ന് നിലപാടെടുക്കരുത്. വാസ്തവത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ പണിയറിയാവുന്നവരെ എടുക്കുകയാണ് മിടുക്കരായ മന്ത്രിമാർ ചെയ്യേണ്ടത്. CP ജോണിനെ പോലുള്ളവർ അതുതന്നെയാണ് ചെയ്തത്. പ്രൈവറ്റ് സെക്രട്ടറിയെ രാഷ്ട്രീയമായി നിയോഗിക്കുന്നതിൽ തെറ്റില്ല. വിവരമുള്ള പ്രൈവറ്റ് സെക്രട്ടറി ആകണമെന്ന് മാത്രം. എന്നാൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വിദഗ്ധനാവണം. പകരം അളിയനെ എടുത്തു നിയമിച്ചാൽ തിരിച്ചടി ഉണ്ടാവുന്നത് നാടിനായിരിക്കും. മാത്രമല്ല, ബന്ധു നിയമനമായി വ്യാഖ്യാനിക്കപ്പെടും. നിസ്സാരമായൊരു പോസ്റ്റല്ല അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടേത്. ഏതാണ്ട് 1.5 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം കൈപ്പറ്റുന്ന ഒരു ഉയർന്ന ഗസറ്റഡ് റാങ്കാണ്. 2 വർഷം സേവനമനുഷ്ഠിച്ചാൽ പെൻഷനും കിട്ടും. അത്രയും പ്രധാനപ്പെട്ട പദവികളിലേക്ക് തൻ്റെ അളിയനെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും വിവാദമുണ്ടാവും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം സണ്ണി വക്കീലിനുണ്ടാവണമായിരുന്നു. അതില്ലാതെ പോയതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. സണ്ണി വക്കീലിന് വാസ്തവത്തിൽ ഈ ബന്ധു നിയമനം വിവാദമാവാതെ ചെയ്യാമായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ K ബാബുവും KC ജോസഫും പരസ്പര ധാരണയിൽ ഉറ്റ ബന്ധുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിയമിച്ച് അവരെ കണ്ട് സ്വന്തം ഓഫീസിൽ പണിയെടുപ്പിച്ചതുപോലെ. ഇത് പറഞ്ഞത് പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തമ്പരക്കിലാണ്. മന്ത്രി സണ്ണി ജോസഫ് ബന്ധു നിയമനം ബുദ്ധിപൂർവ്വം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. സ്വന്തം സഹോദരി ഭർത്താവിനെ തൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചത് ആനമണ്ടത്തരമായി പോയി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മന്ത്രി K ബാബു സ്വന്തം സഹോദരനെ മന്ത്രി KC ജോസഫിൻ്റെ ഓഫീസിലും മന്ത്രി KC ജോസഫ് സഹോദരനെ മന്ത്രി K ബാബുവിൻ്റെ ഓഫീസിലും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. എന്ന റെക്കോർഡ് പരമായി ഇങ്ങനെയാണെങ്കിലും K ബാബുവിൻ്റെ സഹോദരൻ K ബാബുവിൻ്റെ ഓഫീസിലും KC ജോസഫിൻ്റെ സഹോദരൻ KC ജോസഫിൻ്റെ ഓഫീസിലുമാണ് ജോലി ചെയ്തത്. ജോമൻ പറയുന്നത് K ബാബുവിൻ്റെ സഹോദരൻ K ബാബുവിൻ്റെ ഓഫീസിലും KC ജോസഫിൻ്റെ സഹോദരൻ KC ജോസഫിൻ്റെ ഓഫീസിലും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ജോലി ചെയ്തു. പക്ഷേ നിയമത്തിൽ തിരിച്ചായിരുന്നു. K ബാബുവിൻ്റെ സഹോദരൻ KC ജോസഫിൻ്റെയും KC ജോസഫിൻ്റെ സഹോദരൻ K ബാബുവിൻ്റെയും ഓഫീസിലായിരുന്നു ശമ്പളം വാങ്ങിയത്. സർക്കാരിന് നഷ്ടമൊന്നുമില്ല, ബന്ധു നിയമനം എന്ന ആരോപണമില്ല. ഈ വിവരവും വിവേകവും സണ്ണി വക്കീലിന് ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത് എന്ന് ജോമൻ പറയുന്നതിന് ശരിവയ്ക്കേണ്ടി വരും.